അസ്സലാമലൈക്കും. ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെമ്മീനായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഒന്നുമില്ല കേട്ടോ, നമ്മളുടെ സ്വന്തം ചെമ്മീൻ റൈസാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് പൊരിച്ചെടുക്കണം. ചെമ്മീൻ പൊരിച്ചെടുക്കാൻ പിന്നെ നമുക്ക് അറിയാലോ, ബേസിക് മസാല ഒന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് ഒരാൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് വെച്ചോ. അതിന് ശേഷം നമ്മൾ കുറച്ച് വലിയ പാത്രം എടുത്തോട്ടാ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ ചെമ്മീനെ ഇങ്ങനെ ചറപ്പറ എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചെമ്മീൻ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കിയിട്ട് റബ്ബർ പോലെ ആക്കരുത് കേട്ടോ. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. ഇനി അടുത്ത പണി, ഇനി നിങ്ങളുടെ പോട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. എനിക്ക് വെളിച്ചെണ്ണ പാകമായിരുന്നു. അതിലേക്ക് നല്ലോണം കുഞ്ഞുള്ളി, അതായത് ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളിയെങ്കിലും ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ അത്ര അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയുടെ പകുതി കൂടി ആഡ് ചെയ്യണേ. എന്നിട്ട് അത് ആഡ് ചെയ്ത് നന്നായി വഴണ്ടതിൻ്റെ ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി, എന്നിട്ട് അത് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊടികളായ ഗരം മസാലയും കുറച്ച് പെപ്പർ പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് ഞാൻ അതിൽ ഇടുന്ന കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച ചോറും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി ചെമ്മീൻ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, നല്ല അടിപൊളി റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളി. നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണാവേ. ബായ്.